ചരിത്രത്തിലെ വലിയ പ്രതിഭകളെപ്പറ്റി നമ്മൾ ഓർക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? അവരുടെ വലിയ കണ്ടുപിടുത്തങ്ങൾ, നേട്ടങ്ങൾ, അല്ലേ? പക്ഷേ ആ ഒരു തിളക്കത്തിന് പിന്നില് ചില വിചിത്രമായ ശീലങ്ങളും ഒരുപാട് പരാജയങ്ങളും നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരുടെ അതേ പോരാട്ടങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ പ്രതിഭകളുടെ അത്രയൊന്നും നമ്മൾക്ക് പരിചയമില്ലാത്ത ആ ഒരു മനുഷ്യമുഖങ്ങളിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാധാരണയായി നമ്മുടെയൊക്കെ ഒരു സങ്കല്പം ഇതാണ്: ലോകത്തെ മാറ്റിമറിച്ച ആളുകളൊക്കെ തെറ്റുകൾക്ക് അതീതരാണെന്നും എപ്പോഴും സമചിത്തതയോടെ പെരുമാറുന്നവരാണെന്നുമൊക്കെ നമ്മൾ കരുതും. അതായത് ഒരു തരം പെർഫെക്ഷൻ. ആ ഒരു സങ്കല്പത്തെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. കാരണം പ്രതിഭകളുടെ ലോകം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വിചിത്രവും അസാധാരണത്വങ്ങൾ നിറഞ്ഞതുമാണ്. നമുക്കതിലേക്കൊന്ന് കടന്നു നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഈ പ്രതിഭകൾ എന്ന് നമ്മൾ പറയുന്ന പലർക്കും വളരെ വിചിത്രമായ ചില ശീലങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരുടെ ആ വലിയ ചിന്തകൾക്ക് ഊർജം കൊടുത്തതുപോലും ഈ ശീലങ്ങളായിരിക്കാം. ഇപ്പോൾ റെനെ ഡെക്കാർട്ടിനെ എടുക്കാം. ഞാൻ ചിന്തിക്കുന്നു, അതിനാൽ ഞാനുണ്ട് എന്ന അദ്ദേഹത്തിന്റെ ആശയം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിന് പല പ്രധാനപ്പെട്ട ചിന്തകളും രൂപപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? ഒരു ഓവനിന്റെ ഉള്ളിലിരുന്ന് ഉറങ്ങുമ്പോൾ. വിചിത്രമായി തോന്നാം, പക്ഷെ അതായിരുന്നു സത്യം. അതുപോലെ തന്നെ ലോകത്തെ മാറ്റിമറിച്ച ഈസി കറന്റിന്റെ പിതാവായ നിക്കോല ടെസ്ല. അദ്ദേഹത്തിന് മുത്തുകളോട് ഒരുതരം വെറുപ്പായിരുന്നു. ഒരു മുത്തുമാലയിട്ട സ്ത്രീയോട് സംസാരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ചിലപ്പോഴൊക്കെ സ്വന്തം ആശയങ്ങൾ പറയാൻ അവർ തിരഞ്ഞെടുത്ത വഴികളും ഇതുപോലെ വിചിത്രമായിരുന്നു. പ്ലേറ്റോ മനുഷ്യനെ തൂവലുകളില്ലാത്ത ഇരുകാലിയെന്ന് നിർവചിച്ചപ്പോ ഡയോജൻസ് എന്താ ചെയ്തതെന്നോ? ഒരു കോഴിയുടെ തൂവലൊക്കെ പറിച്ച് "ദാ പിടിച്ചോ പ്ലേറ്റോയുടെ മനുഷ്യനെ" എന്നും പറഞ്ഞ് അക്കാദമിയിലേക്ക് എറിഞ്ഞുകൊടുത്തു. നിർവചനങ്ങൾക്കപ്പുറമാണ് യാഥാർത്ഥ്യമെന്ന് കാണിക്കാനുള്ളൊരു വഴിയായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളായ പോൾ എർഡോസിന്റെ ജീവിതം മുഴുവൻ ഒരു സ്യൂട്ട് കേസിലായിരുന്നു. ലോകം മുഴുവൻ യാത്ര ചെയ്ത് മറ്റ് ഗണിതജ്ഞരുടെ കൂടെയിരുന്ന പ്രബന്ധങ്ങൾ എഴുതി. അത്രയ്ക്ക് അസാധാരണമായ ഒരു ജീവിതരീതിയായിരുന്നു അദ്ദേഹത്തിന്റേത്. അപ്പോ വിചിത്രമായ ശീലങ്ങൾ ഒരു വശത്ത്. ഇനി മറുവശത്ത് നോക്കിയാലോ? പ്രതിഭകളുടെ യാത്രയില് ഒഴിവാക്കാനാവാത്ത ഒന്നായിരുന്നു പരാജയങ്ങൾ. നമ്മൾ കാണുന്ന വലിയ വിജയങ്ങൾക്ക് പിന്നില് എണ്ണാൻ പറ്റാത്തത്രയും പരാജയങ്ങളുടെ കഥകളുണ്ട്. ഈ സംഖ്യയൊന്ന് നോക്കൂ: 10,000. ലൈറ്റ് ബൾബിനു വേണ്ടിയുള്ള ശരിയായ ഫിലമെന്റ് കണ്ടെത്തുന്നതിന് മുൻപ് തോമസ് എഡിസൺ ഏകദേശം 10,000 തവണ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒന്നോർത്തു നോക്കൂ. പക്ഷേ എഡിസൺ അതിനൊരു പരാജയമായിട്ടേ കണ്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഓരോ ശ്രമവും പുതിയൊരറിവായിരുന്നു. ഓരോ തെറ്റായ വഴിയും ശരിയായ വഴിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആധുനിക കാലത്തും ഇതിനുദാഹരണങ്ങളുണ്ട്. താൻ തുടങ്ങിയ സ്വന്തം കമ്പനിയിൽ നിന്ന്, ആപ്പിളിൽ നിന്ന് സ്റ്റീവ് ജോബ്സിന് പുറത്തുപോകേണ്ടി വന്നു. അതിലും വലിയൊരു തിരിച്ചടി ഒരു സംരംഭകന് നേരിടാനുണ്ടോ? പക്ഷേ ആ പരാജയത്തെക്കുറിച്ച് ജോബ്സ് പിന്നീട് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ആ പുറത്താക്കലാണ് തനിക്കൊരു പുതിയ തുടക്കത്തിനുള്ള അവസരം തന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഒരു ഭാരമില്ലായ്മയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചത്. പുറമേയുള്ള ഈ പരാജയങ്ങൾ മാത്രമല്ല, പല പ്രതിഭകളും വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. അവരുടെ മനസ്സിന്റെ ഭാരം പലപ്പോഴും അവരുടെ നേട്ടങ്ങൾ പോലെ തന്നെ വളരെ വലുതായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ നയിച്ച വിൻസ്റ്റൺ ചർച്ചിൽ, അദ്ദേഹം ജീവിതകാലം മുഴുവൻ കടുത്ത വിഷാദരോഗവുമായാണ് ജീവിച്ചത്. അദ്ദേഹം അതിനെ കറുത്ത നായ എന്നാണ് വിളിച്ചിരുന്നത്. ലോകത്തിനു മുന്നിൽ വലിയൊരു നേതാവായിരിക്കുമ്പോഴും ഉള്ളിൽ അദ്ദേഹം നിരന്തരമായ ഒരു പോരാട്ടത്തിലായിരുന്നു. പ്രശസ്ത എഴുത്തുകാരിയായ വെർജീനിയ വുൾഫ് തന്റെ ഡയറിയിൽ കുറിച്ച വാക്കുകളാണിത്. തന്റെ വിഷാദത്തെക്കുറിച്ച് എഴുതുമ്പോൾ അത് തനിക്ക് മാത്രമുള്ളൊരവസ്ഥയല്ല, മറിച്ച് ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒന്നാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. തത്വചിന്തകനായ ഫ്രീഡറിക് നീച്ചയുടെ ജീവിതം അവസാനിച്ചത് വളരെ ട്രാജിക്കായിട്ടാണ്. ഒരു കുതിരയെ ഒരാൾ അടിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് മാനസികമായി നിയന്ത്രിക്കാനായില്ല. അതിനുശേഷം ജീവിതത്തിലെ അവസാനത്തെ 10 വർഷത്തോളം അദ്ദേഹം സംസാരശേഷി പോലും ഇല്ലാതെയാണ് ജീവിച്ചത്. ഒരു വലിയ മനസ്സിന്റെ ദുർബലതയുടെ മേർചിത്രമായിരുന്നു അത്. മേരി ക്യൂരിയുടെ ജീവിതം ഒരു വലിയ ത്യാഗത്തിന്റെ അടയാളമാണ്. ഏത് കണ്ടുപിടുത്തത്തിനാണോ അവർ ജീവിതം മാറ്റിവെച്ചത്, ആ റേഡിയോ ആക്ടിവിറ്റി തന്നെ അവരുടെ ജീവനെടുത്തു. മഹത്വം എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒന്നാണെന്ന് അവരുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ഈ കഥകളെല്ലാം നമ്മളോട് എന്താണ് പറയുന്നത്? പ്രതിഭ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ അല്ല, മറിച്ച് അതിലും സങ്കീർണമായ എന്തോ ഒന്നാണെന്ന തിരിച്ചറിവിലേക്കാണ് ഇതെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത്. പ്രതിഭ എന്നാൽ പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകാനുള്ള കഴിവാണ്. ആയിരക്കണക്കിന് തവണ ഒരേ കാര്യം പരീക്ഷിക്കാനുള്ള ക്ഷമയാണ്.
മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് നോക്കാതെ സ്വന്തം വഴി കണ്ടെത്താനുള്ള ധൈര്യമാണ്. കൂട്ടത്തിൽ വ്യക്തിപരമായ വേദനകളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള ആ ഒരു ആന്തരിക ശക്തിയുമാണ്. ഈ വ്യക്തിപരമായ അപൂർണതകൾക്ക് പുറമെ പ്രതിഭകളെ തിരിച്ചറിയുന്നതിലും ചരിത്രത്തിൽ പലപ്പോഴും പിഴവുകൾ പറ്റിയിട്ടുണ്ട്. ലിസ് മീറ്റ്നർ ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചിട്ടും നോബൽ സമ്മാനം കിട്ടിയത് അവരുടെ കൂടെയുണ്ടായിരുന്ന പുരുഷനായിരുന്നു. ആലീസ് ബോളിന്റെ കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് വേറൊരാൾ കൊണ്ടുപോയി. ഇത് കാണിക്കുന്നത് പ്രതിഭയുടെ കഥയിലെ അപൂർണത വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ്. ചരിത്രത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായ മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. സ്വന്തം പരിമിതികളെ തിരിച്ചറിയുന്നതിന്റെ പ്രാധാന്യമാണിത് കാണിക്കുന്നത്. ഒരുപക്ഷെ പൂർണ്ണത അവകാശപ്പെടാതിരിക്കുന്നതിലാണ് യഥാർത്ഥ മഹത്വമുള്ളത്. ഈ ഒരു ചോദ്യം നമുക്കിവിടെ ബാക്കി വെക്കാം. തെറ്റുകൾ വരുത്താനുള്ള പേടി, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകാനുള്ള മടി, പരാജയപ്പെടുമോ എന്നുള്ള പേടി, ഇതൊക്കെ കാരണം എത്രയെത്ര കഴിവുകളാണ് ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കാതെ പോകുന്നത്. ഒരുപക്ഷേ നമ്മുടെയും മറ്റുള്ളവരുടെയും ആ അപൂർണതകളെ അംഗീകരിക്കാൻ പഠിക്കുമ്പോഴായിരിക്കാം ഏറ്റവും വലിയ സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നുകിട്ടുന്നത്.